അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഞാനും അനീസ്. നമ്മളാരെല്ലാം ഇപ്പൊ ചെന്നൈ ഹോസ്പിറ്റലിൽ വന്ന് എന്തായി സിംഗപ്പൂരിൽ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ എടുത്ത് ഇനി എത്ര ടെസ്റ്റ് എടുക്കാനുണ്ട്? നാളെ എടുക്കാനുണ്ട്. ഇന്നലെ രാത്രി മുതൽ ചെറിയ പ്രയാസങ്ങളൊക്കെ അനീസിന് ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രയാസം ഉണ്ട് അനീസ? നാവിന്റെ ഉള്ളില് കാണിക്കണ്ട നാവിന്റെ സൈഡ് ഭാഗത്തൊക്കെ പുണ്ണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ ടെസ്റ്റുകളൊക്കെ നടന്നു. നല്ല പോസിറ്റീവായ റിപ്പോർട്ടുകൾ വരട്ടെ. ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ പറയുന്നെന്തറിയോ? സന്തോഷങ്ങളും എന്റെ ദുഃഖങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലെ? നമുക്ക് വേണ്ടി, എന്റെ അനീസ്മോൻക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്തിട്ടുണ്ട്, അല്ലെ അനീസ? ഇന്നെന്തായി? കുത്തി ഒരുപാട് അല്ലെ? ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും അനീസ്മോനെ, എല്ലാം ശരിയാവൂടാ. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല പ്രയാസപ്പെടുന്നത്, നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടില്ലേ, നമ്മള് ഒരു കുട്ടീന്റെ കണ്ണ് ക്യാൻസറായ കുട്ടീനെ കണ്ടില്ലേ, കാല് നഷ്ടപ്പെട്ട കുട്ടീനെ കണ്ടില്ലേ, അങ്ങനെ പല പ്രയാസപ്പെടുന്ന ഒരു ഉമ്മാനെ നമ്മൾ കണ്ടില്ലേ. നീ എന്താക്കി ആ ഉമ്മാനെ കണ്ടപ്പോ? പൈസ കൊടുത്തില്ലേ? നിന്നെ കൊണ്ട് അങ്ങനെ ഒരു പൈസ അല്ലേ, നിന്റെ രോഗം മാറട്ടെ ഉപ്പ, പൈസ ഉപ്പ. ആ ഒരു ഉമ്മാനെ കണ്ടട്ടോ. അപ്പൊ എന്റെ കേസിന്റെ പൈസ വാങ്ങിട്ട് ആ ഉമ്മാക്ക് കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താ? ഉപ്പ എന്റെ രോഗം എന്റെ രോഗം ശിഫയാവാന് ഉപ്പ അത് സദക്ക ചെയ്യുപ്പ എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ അനീസേ, ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഓരെല്ലാം വെച്ച് നോക്കുമ്പോ നമ്മളെ ഹാപ്പി അല്ലേ? നല്ല ഹാപ്പി അല്ലേ? നമുക്ക് അള്ളാന്റെ പരീക്ഷത്ത് തൃപ്തിപ്പെടാം, അല്ലെ? പെട്ടെന്ന് നല്ല ശിഫയാക്കും. അള്ളാഹ്ക്ക് എന്റെ മോനോട് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, റബ്ബിനും ഇഷ്ടമാണ്, ജനങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പൊ ചെറിയ ചെറിയ പരീക്ഷണങ്ങളെല്ലാം നമുക്ക് തരും. അത് നമ്മൾ ഏറ്റെടുക്കാൻ സഹിക്കാം. അള്ളാഹു പെട്ടെന്ന് മാറ്റിത്തരട്ടെ മോനെ. ഉപ്പ എന്നോട് പറയുന്നുണ്ടെങ്കിൽ ബേജാറുണ്ടാ? ഇല്ലല്ലേ? നമുക്ക് പെട്ടെന്ന് ഹാപ്പി ജീവിതത്തിലേക്ക് വരും മോനെ. സ്കൂളിൽ പോവും, മദ്രസ പോവും, എല്ലാം. എന്തറിയോ, ഒരുപാട് ആളുണ്ട് കുഞ്ഞെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനേ. എനിക്കും നിനക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യാനേ ഉണ്ട്. അനസേ, മോനെ അനസ് ഇങ്ങോട്ട് വാ. അനസ് മോനാണ്, മൂത്ത മോനാണ്. ഇവനിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവനക്കും ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇവനക്ക് മൂത്രത്തിന്റെ അവിടെ രക്തം വരുന്ന ഒരു പ്രയാസമുണ്ട്. അപ്പൊ ആ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം അള്ളാന്റെ പരീക്ഷണാണ്. റബ്ബ് തരുമ്പോ മേലെ മേലെ പരീക്ഷണങ്ങൾ ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നേക്കാം. സന്തോഷമുണ്ടാവും. പിന്നെ മാലോ സിരിയസറാന്നല്ലേ, ഇന്ന് എത്ര നമുക്ക് പ്രയാസം അല്ലാതെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മോനെ. നമുക്ക് അള്ളാഹ് ഞെരുക്കം ബുദ്ധിമുട്ട് തന്നതിന് ശേഷം വലിയ സന്തോഷം തരുന്ന ഒരു ദിവസം ഉണ്ടാവും മോനെ. അന്ന് നമ്മളെ ഹാപ്പി ആവൂലേ അനീസേ? നമ്മളെ ഹാപ്പി ആവൂലേ? അനീസിന്റെ കണ്ണില് വെള്ളാണ്. അനീസ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോ നടത്തുമ്പോ വലിയ വേദന വെക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ പറയാ, എന്നാലും അനീസ് അള്ളാഹിനോട് ഇഷ്ടമുള്ള ആള്, അല്ലെ? ആ അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടമാണ്. ജനങ്ങളെ മനസ്സിൽ അനീസ് മോനുണ്ട്. നിന്നെ എത്ര ആൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലേ? എത്ര ആളുകൾ നിന്നെ വിളിക്കുന്നില്ലേ? എത്ര ആളുകൾ സംസാരിക്കുന്നില്ലേ? നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ഞങ്ങളെ റബ്ബിനോടും ഈ കാണുന്ന ജനങ്ങളോടും നമ്മളെ സന്തോഷങ്ങളും പറയാ, ഞങ്ങളെ ദുഃഖങ്ങളും പങ്കുവെക്കാം. ദുഃഖങ്ങളൊക്കെ മാറും, താൽക്കാലികാണ്. ഇത് ദുനിയാവാണ്. എത്ര അമ്പിയാക്കളല്ല പരീക്ഷിച്ചിട്ടുണ്ട്. എത്ര നല്ല നല്ല മനുഷ്യന്മാരെ, ജാതിമത വ്യത്യാസം എത്രയോ ആളുകളൊക്കെ റബ്ബ് പരീക്ഷിച്ചിട്ടുണ്ട്. അള്ള സന്തോഷം തരുമ്പോ വലിയ സന്തോഷം തരും. ആ സന്തോഷം എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല അനീസെ. ആ ഹൈറാത്തുകൾ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല മോനെ. നീ കണ്ടില്ലേ നേരത്തെ ഒരുപാട് ആളുകളെ കണ്ടില്ലേ, നമ്മളെക്കാള് എത്രയോ പ്രയാസം, ഒരു നേരം അന്നം കഴിക്കാൻ പോലും പാടില്ലാത്ത ആളുകള്, അതുപോലെ കണ്ണ് നഷ്ടപ്പെട്ട ആളുകള്. അള്ളാഹു നമുക്ക് എല്ലാ അവയവം വേണ്ടതുപോലെ അള്ള നമുക്ക് നൽകിയിട്ടില്ലേ, ഇല്ലേ? അവരെ വെച്ച് നോക്കുമ്പോ അനീസ് ഹാപ്പി അല്ലേ? അള്ളാഹു ഓർക്കും ഹാപ്പി അല്ല, അവരെ ദുഃഖങ്ങളും നമ്മളെ ദുഃഖങ്ങളാണ്. അങ്ങനെ ഹാപ്പി ആവാൻ പാടില്ല. എന്നാലും നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് അവർക്ക് അള്ളാഹു ഖൈറ് നൽകട്ടെ. ഒരു കുട്ടിനെ കണ്ടപ്പോ നമ്മളെ കണ്ണ് നിറഞ്ഞു പോയി, അല്ലെ? ആ കുഞ്ഞിനെ കണ്ടപ്പോ അള്ളാഹു കുട്ടിക്ക് ശിഫ നൽകട്ടെ മോനെ. അള്ളാഹു മക്കൾക്ക് രോഗം നൽകാതിരിക്കട്ടെ. ദുനിയാവിൽ ഒരു മക്കൾക്കും അള്ളാഹു പരീക്ഷണം നൽകാതിരിക്കട്ടെ. ഒരാൾക്കും പ്രയാസങ്ങൾ നൽകാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാരും എല്ലാ സമയത്തും ഇങ്ങനെ വന്ന് പറയുന്നത് നിങ്ങളേ ഉള്ളൂ, നിങ്ങൾ ചേർത്ത് പിടിച്ച്. ഇന്ന് ഞാനിവിടെ വന്നപ്പോ ടെസ്റ്റിന് തന്നെ ഏകദേശം 10-15,000 രൂപന്റെ മുകളിലായി. വെറുതെ പറയല്ലോ. അതൊക്കെ നടത്താൻ എനിക്ക് സഹായിച്ചത് നിങ്ങളാണ്.
ഓരോ ചികിത്സ നടത്തുമ്പോൾ നിങ്ങളോടൊക്കെ നന്ദി പറയുക എന്നത് മാത്രമാണ്. അള്ളാഹു എല്ലാവർക്കും റഹ്മായ പ്രതിഫലം നൽകട്ടെ.